വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു മീഷോ ഹോളാണ്. ഇന്ന് മീഷോ എന്ന് വെച്ചാൽ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസിൽ എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന നമുക്ക് ഡെയിലി വെയറിനൊക്കെ കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. സോ നമുക്ക് വേഗം ഓരോ പ്രോഡക്റ്റ് ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഡ്രസ്സാണ്. ഇതൊരു പ്രിന്റഡ് ഡ്രസ്സാണ്. ബ്ലൂ ബേസിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് ആണ്. ബിലോ 350 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്ക് നോർമൽ റൗണ്ട് നെക്കാണ്. ഇവിടെ 2 കെട്ട് പോകുന്നുണ്ട്. പിന്നെ സ്ലീവ് ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ബാൻഡ് പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസിൽ കിടക്കുന്ന ടോപ്പാണ് ഇത്. സൈസ് വന്നിട്ട് XL ആണ്. പക്ഷേ ഇത് XL ആണെങ്കിലും ഭയങ്കരമായിട്ട് ലൂസൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇടുന്ന സമയത്ത് നല്ല ഒരു ഭംഗിയുള്ള ലൂസ് ഫിറ്റാണ് ഇത്. അപ്പം റയോൺ ആണ് മെറ്റീരിയൽ, വിസ്കോസ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തു വാഷ് ചെയ്യുകയൊക്കെ ചെയ്തു, ഒരു കുഴപ്പമോ ഇതുവരെ ഇല്ല കേട്ടോ. ഇത് ഷ്രിങ്ക് ആയിട്ടോ അങ്ങനെ ഒന്നുമില്ല. കളർ ഫെയ്ഡായിട്ടും ബ്ലീഡായിട്ടും ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. ഡെയിലി വെയറിന് കാഷ്വലായിട്ട് വെയർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. ഇതിന് വേറെയും കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടീഷർട്ടാണ്. ഇതൊരു ബേജ് അല്ല, ഒരു പീച്ചിഷ് കളറിൽ വന്നിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഇതിലിങ്ങനെ ബ്രൗൺ കളറിലാണ് ഫോണ്ട് പോകുന്നത്. ഇത് XXL സൈസാണ്. അതുകൊണ്ടാണ് ഇത്ര ബിഗ് ആയിട്ടുള്ളത്, ഇത്ര വലുതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഇത് നമ്മളുടെ കറക്റ്റ് സൈസ് ഏതാണോ, അപ്പോൾ സ്മോൾ ഇടുന്ന ഒരാൾ സ്മോൾ തന്നെ എടുത്താൽ മതി. കാരണം ഇത് ഓൾറെഡി ഓവർ സൈസ്ഡ് ആയിട്ട് ഉള്ള ടീഷർട്ടാണ്. സോ നമ്മളുടെ കറക്റ്റ് സൈസ് എടുത്താലും ഇത് ലൂസിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. അടിപൊളിയായിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. ആ ഒരു 200 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് എന്തായാലും ഇത് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടീഷർട്ടൊക്കെ വെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാം. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും വാങ്ങിക്കാം. അത്രയ്ക്കും അടിപൊളി, അത്രയും വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു യെല്ലോ ഡ്രസ്സാണ്. ഇതൊരു ടയേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബെൽ സ്ലീവാണ്. സ്ട്രൈപ്സ് ആണ് ഇതിൽ പോകുന്നത്. കോളേർഡ് ആയിട്ടുള്ള നെക്കാണ്, കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നർ ടോപ്പ് എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ലിനൻ മെറ്റീരിയലൊക്കെ പോലെ നമുക്ക് കാണുമ്പോൾ തോന്നും. ഖാദി മെറ്റീരിയലൊക്കെ അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പാണ് നമുക്ക് കാണുമ്പോൾ. പക്ഷെ പോളിസ്റ്റർ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. ഞാൻ ഓർഡർ ഇത് മീഡിയം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈസ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് മീഡിയമാണ്. പക്ഷെ എനിക്ക് വന്നിട്ടുള്ളത് ലാർജാണ് കേട്ടോ. സോ എനിക്ക് കുറച്ചൊരു ലൂസായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ കറക്റ്റ് സൈസിൻ്റെ ഒരു സൈസ് അപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സ്മോളിന് പകരം മീഡിയം ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത് ഷേപ്പിൽ കിടക്കുമ്പോൾ ഇത് ഭംഗി ഉണ്ടാവില്ല, കുറച്ചൊന്ന് ലൂസിൽ എടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ലെങ്ത് ഒരു നീ ലെങ്ത്താണ് ഇതിൻ്റെ ലെങ്ത് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ നോക്കി നോക്കാം. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 200 സംതിങ് പ്രൈസ് ഉള്ള ഒരു പ്രൈസിന് എന്തായാലും വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സിലൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടാവും. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്ക് മതിയാവില്ല. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ വില കുറഞ്ഞിട്ട് എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. ഈ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കേപ്പ് ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവ് കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്, ഒരു കഫ്താനൊക്കെ പോലെ. ഇതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്നത് ഞാൻ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണിത്, അതിൻ്റെ ഒരു ഗ്രീൻ ആണെന്നുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി അതിൻ്റെ മെറ്റീരിയലും ഇതിൻ്റെ മെറ്റീരിയലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഇത് കുറച്ചുകൂടെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്, അത് കുറച്ചുകൂടെ തിക്കാണ്. 2 റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പക്ഷെ അത് കുറച്ചുകൂടെ തിക്ക് ആൻഡ് കുറച്ചുകൂടെ ക്രിങ്കിൾഡ് ആയിട്ട് ലൈക്ക്
ചുരുക്ക് കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഇതിന് ചുരുക്ക് വളരെ കുറവാണ്, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മാത്രമേ ചുരുക്കുള്ളൂ. സോ മെറ്റീരിയലിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ അത് സൈസ് വാങ്ങിച്ചത് മീഡിയം ആണ്, ഇത് സ്മോൾ ആണ്. പക്ഷെ രണ്ടും കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനാണ് സൈസ് കൂടുതലുള്ളത്, ലെങ്ത് ഒക്കെ ഇതിനാണ് കൂടുതലുള്ളത്. ടോപ്പിന് ജസ്റ്റ് 200 സംതിങ് പ്രൈസ് ഉള്ളൂ. ആ ഒരു പ്രൈസിന് വേർത്തായിട്ടുള്ള ടോപ്പ് തന്നെയാണ് ഇത്. നല്ല ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ പോകുന്നുണ്ട് ഈ ഒരു യോക്ക് പോർഷനിലും നെക്കിലും സ്ലീവിൻ്റെ ബോർഡറൊക്കെ. അപ്പം ഇങ്ങനത്തെ ടോപ്പുകൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 200 സംതിങ് അല്ലേ പ്രൈസ് ഉള്ളൂ. ആ ഒരു പ്രൈസിന് എന്തായാലും എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടീഷർട്ടാണ്, വൈറ്റ് ടീഷർട്ട്. ഇതിനും ജസ്റ്റ് 200 സംതിങ് പ്രൈസ് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് ഇതും അടിപൊളി വേർത്താണ്. കാരണം നല്ലൊരു മെറ്റീരിയലാണ്, കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ, ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ് ഇത്. കറക്റ്റ് മെറ്റീരിയൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ സ്ലീവാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടോ, കുറേ തവണ യൂസ് ചെയ്തു. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഒന്ന് ചൂടെടുക്കുന്ന മെറ്റീരിയലാണ്, അങ്ങനത്തെ ഒരു തിക്ക് മെറ്റീരിയലാണ്. വേറെ കുഴപ്പമൊന്നും ഇതിനില്ല. ഇത് സൈസ് വന്നിട്ട് XL ആണ്. സോ നമ്മുടെ സൈസിനെക്കാട്ടിലും ലാർജ് സൈസ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ XL ആണ്. പക്ഷെ എനിക്ക് ആ ഒരു ഫിറ്റിംഗ് ഒക്കെ ലൂസായിട്ട് തന്നെ നല്ല വൃത്തിയുള്ള ഫിറ്റിംഗ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് ഇതും. ഷോർട്ട് ലെങ്ത് ആണ്. അപ്പോൾ ടീഷർട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു പാൻറ്റാണ്. ഇതൊരു കാർഗോ പാൻറ്റാണ്. മീഷോയിൽ ഇതുപോലെ ഒരുപാട് കാറ്റലോഗ്സ് ഉണ്ട്. അപ്പോൾ ഈ കാർഗോ പാൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കാർഗോ പോലെ അങ്ങനെ ലൂസ് ഫിറ്റ് ഒന്നും വരുന്നില്ല. നമ്മളുടെ കറക്റ്റ് ഫിറ്റ്, ആ ഒരു സ്ട്രെയിറ്റ് ഫിറ്റിലാണ് ഈ പാൻറ്റ് വന്നിട്ടുള്ളത്. ഇത് XL ആണ് സൈസ് വന്നിട്ടുള്ളത്. XL ഞാൻ വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, എനിക്ക് സ്മോളാണ് വേണ്ടത്, ഞാൻ വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഈ റൈസിൻ്റെ പോർഷനൊക്കെ ഒരു അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളുടെ കറക്റ്റ് സൈസ് എടുക്കാം. അപ്പോൾ കൂടുതൽ ലൂസായിട്ട് എടുക്കും എന്നുള്ളത് പ്രതീക്ഷിക്കരുത്. പിന്നെ പോക്കറ്റ് വന്നിട്ട് ഈ സൈഡിലൊരു പോക്കറ്റ് ഉണ്ട്, ഇവിടെയും പോക്കറ്റ് ഉണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ ഇവിടെ ഡ്രോസ്ട്രിങ് പോകുന്നുണ്ട്. സോ നമുക്ക് വേസ്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് മെറ്റീരിയൽ വന്നിട്ട് ജേഴ്സി മെറ്റീരിയലാണ്, കുറച്ച് തിക്കായിട്ടുള്ള ജേഴ്സി മെറ്റീരിയലാണ്. സോ സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ആണ്. ഇതിനും 200 സംതിങ് പ്രൈസ് ഉള്ളൂ. ആ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് പ്രൈസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതും ആ ഒരു ലിങ്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊരു വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.